ഓർഗാനിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോണത് നമുക്ക് ഗ്രോ കവറിൽ എങ്ങനെ ഇഞ്ചി നടാമെന്നാണ്. നമ്മൾ വീട്ടാവശ്യത്തിന് പുറമേ ഉണ്ടാവാം, പിന്നെ ഗ്രോ കവറിലായാലും നല്ല വിളവുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇഞ്ചി നടാനുണ്ട്. അപ്പോൾ അതൊന്ന് നടാൻ എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് വീട്ടാവശ്യത്തിനും ആവാം, പുറത്തേക്ക് കൊടുക്കാനും ഉണ്ടാവും. ഗ്രോ കവറിലാവുമ്പോഴും നമ്മൾ പറമ്പിലൊക്കെ കുഴിച്ചിട്ട് അവലെ പിന്നെ കളയും പുല്ലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഗ്രോ കവറിലാവുമ്പോൾ നമുക്ക് അതിനൊക്കെ വളരെ നല്ല ഇതാണ്. കാരണം പുല്ലൊക്കെ വേഗം പറിച്ചിടാലോ. ഇതിൽ കുറച്ച് ചാണകപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. കുറച്ച് ചാണകപ്പൊടി ചേർക്കുക മണ്ണിൽ. പിന്നെ അതിൽ പിന്നെ കുറച്ച് ജൈവവളം, കുറച്ച് ജൈവവളമാണത്. അതായത് കമ്പോസ്റ്റ്, എല്ലുപൊടിയൊക്കെ ചേർന്നിട്ടുള്ള വളമാണ്. അതൊരു ചിരട്ടതിലിട്ട് കൊടുക്കുക. പിന്നെ ഇത് ട്രൈക്കോഡർമ, അതൊരു ചിരട്ട നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. മണ്ണിൽ ജീവാണുക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് നന്നായിട്ട് ചേർത്ത് ചാണകപ്പൊടിയാണ് ഇഞ്ചിക്ക് ഏറ്റവും നല്ലത്. ചാണകമാണ് ഇഞ്ചിയുടെ നല്ലൊരു വളം. പിന്നെ കുറച്ചൊക്കെ ഒരു വെയിലുള്ള സ്ഥലത്ത് വെക്കണം ഇഞ്ചി. തണലധികമായാലും പറ്റില്ല. തണലിൻ്റെ ഈ മഴക്കാലമൊക്കെ ആയാൽ തണലധികമായാലും വെള്ളം വീണ് ചീഞ്ഞു പോയി ഇഞ്ചി. നമുക്കത് വലിയ ഗ്രോ കവറിലാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യം കഴിഞ്ഞ് പുറത്തേക്കും കൊടുക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വലിയ കവറിലാണ് ഇപ്പം ഉണ്ടാകുന്നത്. ആദ്യം കുറച്ച് പച്ചില, അതായത് ഈ പപ്പായയുടെ ഇല, കുറച്ച് പുല്ല് ഒക്കെ ഇതിൽ നിറയ്ക്കുക. അത് അടിവളമായിട്ട് എടുക്കട്ടെ. നമുക്ക് ഇഞ്ചിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ച ഇലവളമൊന്നും ഇടാൻ പറ്റില്ല. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇടാനേ പറ്റുള്ളൂ. അതിന് ശേഷം നമ്മൾ ഈ എല്ലാം കൂടി ചേർത്ത ഈ മണ്ണ് ഇത് ഇടാം, ഗ്രോ കവറിലിടാം. അത്ര മതി. കാരണം ഇനി നമ്മളിങ്ങനെ പിന്നെ കുറേ ദിവസങ്ങൾ കഴിയും തോറും ഇതിലിങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഇഞ്ചി എത്ര പോകുന്നൊരു ഇഞ്ചി കഷ്ണം മതി നടാനായിട്ട്. ഞാൻ മണ്ണിലിട്ട് വെച്ചതാണ്. അപ്പം മുളയൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ പിന്നെ ഗ്രോ കവറിലേക്ക് നടുന്നത്. ചെറിയ കഷ്ണങ്ങൾ മതി. ഈ ഗ്രോ കവർ ഇത്തിരി വലിയ കവറായ കാരണം 2 എണ്ണം നടാം. ഇങ്ങനെ ഇതിൽ നമുക്ക് 2 എണ്ണം നടാം. 2 ഭാഗത്തായിട്ട് 2 എണ്ണം നടാം. അത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ലേശം കൂടി ഇങ്ങനെ ഈ എല്ലിൻ്റെയൊക്കെ ഒന്ന് പുതട്ടു. ഇതിങ്ങനെ പുതട്ട് കൊടുക്കണം. നമുക്ക് ഒരു മുള ഒന്നുകൂടി പുറത്തേക്ക് വരുന്നത് വരെ ഇഞ്ചിക്കിങ്ങനെ പുതട്ട് കൊടുക്കണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ നല്ല ഇഞ്ചി കൃഷിയൊക്കെ നന്നായി ചെയ്തിരുന്നു. അന്നൊക്കെ ഗ്രോ കവറിലൊന്നും ഇഞ്ചി കൃഷി ചെയ്യില്ല. കഴുങ്ങും തോട്ടാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇഞ്ചി കൃഷി ചെയ്യും. നല്ല ഇങ്ങനെ ഏരിയൊക്കെ നട്ടിട്ട് എടുത്തിട്ട് അതിലിങ്ങനെ നട്ട് പോതയൊക്കെ ഇട്ട് കൊടുത്ത് ആണ് ഇഞ്ചി കൃഷി നടക്കുക. ഇന്നിപ്പോൾ ഹൈബ്രിഡ് വിത്തൊക്കെ ആയപ്പോൾ 6 മാസം കൊണ്ടും വിളവെടുക്കാനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ചെറിയൊരു ഗ്രോ കവറിൽ നടാം. അതിലേക്ക് നമുക്ക് പപ്പായയുടെ ഇല നല്ലൊരു വളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പപ്പായയുടെ ഇല വെച്ച് കൊടുക്കുക. കുറച്ച് പുല്ല് ഒക്കെ ആയിട്ട് പച്ചില വളം എപ്പോഴും നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ചേർത്ത മണ്ണ്, ട്രൈക്കോഡർമ, ചാണകപ്പൊടി,
ജൈവവളം എല്ലാം ചേർത്ത മണ്ണ് ഇതിക്കിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അര ഭാഗം നിറച്ചാൽ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നമുക്ക് വീണ്ടും ഇതൊക്കെ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര നിറയ്ക്കുന്നത്. ഇത് നിറച്ചിട്ട് ഇഞ്ചി രണ്ട് വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഈ പച്ചിലൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി ഞാൻ കുറച്ചധികം അവിടെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ദിവസമായി. അതിനൊക്കെ മുള പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ ഇതുപോലെ കൃഷി ചെയ്യാനുണ്ട്. ഇഞ്ചിയുടെ കൂടെ കുറച്ച് മഞ്ഞൾ കൂടി ഈ ഗ്രോ കവറിൽ കുഴിച്ചിട്ടുണ്ട്. വേറെ ഗ്രോ കവറിൽ അതായത് ഇഞ്ചിയൊക്കെ ഗ്രോ കവറിൽ കുഴിച്ചിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒക്കെ പറിച്ചെടുക്കാനും എളുപ്പമാണ്, പിന്നെ വളം കൊടുക്കാനും എളുപ്പമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പറമ്പിൽ പറിക്കാനൊന്നും ആർക്കും വയ്യാത്ത ആൾക്കാരല്ലേ. അപ്പോൾ ഗ്രോ കവറിൽ കുഴിച്ചിടുകയാണ് ഏറ്റവും നല്ലത്. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് വളം കൊടുക്കാം, അതുമാതിരി പറിച്ചെടുക്കാം, ഒക്കെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ വളമൊക്കെ കൂട്ടിയ മണ്ണ് എല്ലാത്തിനും ഇട്ട് കൊടുക്കണം. ഈ മണ്ണ് തന്നെയാണ് മഞ്ഞളിനും ഇട്ട് കൊടുക്കുന്നത്. ട്രൈക്കോഡർമി, ചാണകപ്പൊടി, ജൈവവളം. എല്ലാത്തിലും അരപ്പാത്രം മണ്ണ് നിറച്ചാൽ മതി. ഇത്തിരി നിറച്ചാൽ മതി. വളവും നമ്മൾ ഇതിന് പിന്നെ ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഇത്തിരി വെള്ളം, അല്ലാതെ എന്നും നനയ്ക്കുന്നത് വേണ്ട. ഇഞ്ചിക്കൊന്നും നനയ്ക്കുന്നത് ആഴ്ചയിൽ 2 തവണ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അതങ്ങനെ ഉണ്ടായിപ്പോകും. പിന്നെ ചാണകം കലക്കിയിട്ട് ഒഴിക്കുന്നത് നല്ലതാണ്. അതാണ് ഇതിനൊരു നല്ല വളമുള്ളത്. ഞാൻ മണ്ണിലിട്ട് വെച്ചിട്ടുള്ളതാണ്. മഞ്ഞളും ഇഞ്ചിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം പിടിച്ചാൽ അതൊന്ന് പൊടിച്ച് വരാൻ. പൊടിച്ച് വന്ന ശേഷം ആദ്യം പൊടിച്ചതൊക്കെ ഞാൻ ഇഞ്ചി കുഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയാണ് ഇപ്പോൾ നട്ടത്. ഇപ്പോൾ അതിൽ ഇഞ്ചിയല്ല, വീണ്ടും ഒന്നും കുഴിച്ച് നടാം. ചെറിയൊരു കഷ്ണം മതി നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ. അതുമാതിരി ഇനി ബാക്കിയുള്ളതിൽ നമുക്ക് മഞ്ഞൾ കുഴിച്ചിടാം. മഞ്ഞളിന് മുള വന്നിട്ടുണ്ട്. ഉണ്ടോ? ചെറിയൊരു കഷ്ണം മഞ്ഞൾ മതി. അങ്ങനെ കുഴിച്ചിട്ടാൽ നമ്മളെ ആവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാം. ഇന്നിവിടെ ഇഞ്ചിയൊക്കെ നടലൊക്കെ കഴിഞ്ഞപ്പോൾ മഞ്ഞളും ഇഞ്ചി നട്ടു. ഇനി ഞാൻ മുന്നേ നട്ടു വെച്ച ഇഞ്ചി നമുക്കൊന്ന് കാണാം. ആദ്യം നട്ട ഇഞ്ചിയൊക്കെ കേട്ടോ, ഇഞ്ചിയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. വളർന്ന് കുറച്ചായിട്ടേ ഉള്ളൂ, വളർന്ന് വരുന്നുള്ളൂ ഇഞ്ചി. ഇനി കുറച്ച് ഗ്രോ കവറിൽ വളരാനുണ്ട്. അതിനിടയ്ക്കൊരു ചേന നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.